ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ 3 ഫേസ് DB, അതായത് വീടിൻ്റെ അകത്തും ഇൻഡസ്ട്രിയൽ വയറിംഗ് ഉണ്ട്. ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ വയ്ക്കുന്ന ഐസൊലേറ്റർ, അതായത് നമ്മൾ പണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന മെയിൻ സ്വിച്ചിന് പകരമായിട്ട് വെക്കുന്നതാണ് ഐസൊലേറ്റർ വരുന്നത്. ഈ ഐസൊലേറ്റർ എത്ര ആംപിയറാണ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ 100 ആംപിയറിൻ്റെ ഐസൊലേറ്ററാണ് നമ്മൾ കാണുന്നത്. 100 ആംപിയറിന് കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ MRP കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതിൻ്റെ MRP കാണിക്കുന്നുണ്ട്. വി ഗാർഡിൻ്റെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വി ഗാർഡിൻ്റെ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഐസൊലേറ്റർ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഐസൊലേറ്റർ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നമുക്കൊരു ഓൺ ഓഫ് സ്വിച്ചിൻ്റെ പൊസിഷൻ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ DBയിൽ വരുന്ന മീറ്റർ ബോക്സിൽ നിന്ന് വരുന്ന 3 ഫേസും ഒരു ന്യൂട്രൽ നമുക്ക് കൺട്രോൾ ചെയ്യണം. എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് മാക്സിമം എടുക്കുന്ന ആംപിയർ 100 ആംപിയറിൻ്റെ ഐസൊലേറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. 100 ആംപിയറാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. നമ്മളിത് ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ് വേണ്ടിയിട്ടാണ് 100 ആംപിയർ വയ്ക്കുന്നത്. നമ്മുടെ വീടുകളുടെ വേണ്ടിയിട്ടാണെങ്കിൽ വീടുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് 63 ആംപിയർ മതിയാവും. അത് മെയിനായിട്ട് കണ്ടോ, നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ 4 MCBകൾ ഒന്നിച്ചിരിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് ആണുള്ളത്. അതിൻ്റെ അത് എല്ലാം കൂടി ലിങ്ക് ചെയ്തിരിക്കുന്ന രീതി, അതായത് RYB എന്ന് പറയുന്ന 3 ഫേസ്, റെഡ്, യെല്ലോ, ബ്ലൂ, അങ്ങനെ 3 ഫേസും പിന്നെ ന്യൂട്രും കൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ കണക്ഷൻസ് കൊടുക്കുന്ന പോയിന്റുകളാണ് ഈ കാണുന്നത്. മുകളിൽ നിന്ന് താഴെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. അത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് ഓൺ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നേരെ മുകളിലത്തെ ലീഡുകളിൽ സപ്ലൈ കിട്ടുന്നു. അവിടെ നിന്നാണ് നമ്മൾ നേരെ എടുത്തതിന് ശേഷം LCB അല്ലെങ്കിൽ RCCBയിലേക്ക് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഓഫ് പൊസിഷനാണ്. ഓൺ പൊസിഷൻ നമുക്ക് നേരെ മുകളിലേക്ക് ഇട്ടിട്ട് ഓൺ പൊസിഷൻ. ഇതിനായിട്ട് ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചാനലിൽ കറക്റ്റായിട്ട് ബാസ് ബാറിലൊക്കെ കൊടുക്കുന്നു. ബാറിലൊക്കെ വരുന്ന ചാനലിൽ നമ്മൾ 3 ഫേസിൻ്റെ ചാനലിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ലോക്ക് കാര്യങ്ങൾ കൊടുത്ത്. ഇതിവിടെയാണ് നമ്മൾ കണക്ഷൻ ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാധാരണ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെയിൻ സ്വിച്ചുകളുണ്ട്. മെയിൻ സ്വിച്ചുകൾക്ക് പകരമായിട്ടാണ് നമ്മൾ ഐസൊലേറ്റർ വെച്ച് കൊടുക്കുന്നത്. ഐസൊലേറ്റർ നമ്മൾ മസ്റ്റാണ്. ഐസൊലേറ്റർ നമുക്ക് 2 സ്ഥലത്ത് വെക്കണം ശരിക്കും. 3 ഫേസ് മീറ്റർ ബോക്സിൻ്റെ അടുത്തൊരു ഐസൊലേറ്റർ വെക്കണം ശരിക്കും. അതുപോലെ തന്നെ നമുക്ക് DBയുടെ അകത്തും ഒരു ഐസൊലേറ്റർ വെക്കണം. നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐസൊലേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ഗാർഡ്, അതുപോലെ തന്നെ ഹാവൽസ്, L&T, അതുപോലെ തന്നെ ഒരുപാട് കമ്പനികളുടെ സ്റ്റാൻഡേർഡ്, അങ്ങനെ ഒരുപാട് കമ്പനികളുടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് വി ഗാർഡിൻ്റെ ഐസൊലേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മാക്സിമം നമ്മൾ വീടുകളിലേക്കാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിലാണെങ്കിൽ ഏതാണോ ആവശ്യം അതിനനുസരിച്ചുള്ള ആംപിയർ നമ്മൾ സെലക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടുകളിലേക്കാണെങ്കിൽ നമുക്ക് 63 ആംപിയർ മാക്സിമം വരുന്ന ഐസൊലേറ്റർ മതിയാവും. അതുപോലെ തന്നെ RCCBയും 63 ആംസ് 30 മില്ലി ആംപിയർ വരുന്ന RCCBയും മതിയാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഐസൊലേറ്ററിനെ കുറിച്ചും എത്ര ആംപിയറാണ് നമ്മുടെ വീടുകളിലേക്ക് വേണ്ടതെന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.